ഹരിപ്പാട് അഭിഭാഷക ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചും കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് യോഗം സംഘടിപ്പിച്ചു. യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് അഭിഭാഷക ഓഫീസിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചും കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് യോഗം സംഘടിപ്പിച്ചു. ഈ അഭിഭാഷകനെ മറ്റവർക്ക് പേരെ ഗൗരവമായ നടപടിയില്ല. അഭിഭാഷകന്റെ പേരിൽ കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മോശമായ ഒരു സ്ഥിതിയാണ്. ഇതിനകത്തൊന്നും നമ്മൾ മറ്റ് സംഘത്വം ഒന്നും കാണാതെ അതിശക്തമായി നമ്മളിതിനെ പ്രതികരിക്കണം എന്നാണ്. ഞാൻ ഈ വിവരം ഇങ്ങനെ പ്രതിഷേധിക്കുന്നതിനുള്ള വിവരമൊന്നും അറിഞ്ഞില്ല. അത് കേട്ടുകൊണ്ട് ഞാൻ ഓടി വരികയായിരുന്നു. ഇതിനകത്ത് പ്രതിഷേധിച്ച് സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ച് ഏതായാലും നമ്മുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ഒരു ന്യായം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമത്തിൽ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ മുഴുവൻ ആളുകളും വേണ്ടിവന്ന തുടർ നടപടികൾ വളരെ ഗൗരവമായ നിലപാട് സ്വീകരിക്കണം. മാസക്കാലത്തിനിടയിൽ ആലപ്പുഴ ജില്ലയിൽ രണ്ടാമത്തെ ബോയ്ക്കോട്ടാണ്. മങ്കൊമ്പലെ ഒരു ആലപ്പുഴയിലെ അഭിഭാഷകൻ ജാമ്യത്തിലെടുത്ത പ്രതിയെ പോലീസ് ബലമായി അഭിഭാഷകൻ്റെ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി അഭിഭാഷകനെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവത്തിൽ നമ്മൾ പ്രതിഷേധിക്കുകയുണ്ടായി. ഈ തൊട്ടടുത്ത ദിവസം ഹരിപ്പാട് നടന്ന സംഭവത്തിലും അവിടുത്തെ അഭിഭാഷകർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നു, പ്രതിഷേധം നടത്തുന്നു. തിരിച്ചു വീട്ടിൽ പോയപ്പോഴാണ് രാത്രിയിൽ ആ പ്രതിയെ വിളിച്ചു വരുത്തി അഭിഭാഷകർക്കെതിരെ മൊഴിയെടുത്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യാൻ മാത്രം പോലീസിന് ആരാണ് ഇത്ര അധികാരം കൊടുത്തിട്ടുള്ളത്? അഭിഭാഷക സമൂഹത്തിനോട് പോലീസ് കാണിക്കുന്ന നീതികേടിനെതിരെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊഴിലിടങ്ങളിൽ അവർക്ക് സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള നിയമസംഹിത രാജ്യത്തുണ്ടാവണം. ഇത് എത്രാമത്തെ സമരമാണ്? ഒരു 6 മാസത്തിനിടയിൽ മിക്കവാറും ഒരു 5-6 പ്രതിഷേധവും ബോയ്ക്കോട്ടൊക്കെ നടക്കുന്നു, വിടുതൽ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രമാതിരി എല്ലാ ദിവസവും പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. തൊഴിൽ സ്വതന്ത്രമായി ചെയ്യാനുള്ള അവസരം സംജാതമാക്കണം. അതിനുവേണ്ടി നിയമമുണ്ടാവണം. എല്ലാ മേഖലയും നമ്മൾ കണ്ടു. വൈദ്യശാസ്ത്ര മേഖലയിൽ ഡോക്ടർമാർക്ക് സ്വതന്ത്രമായി തൊഴിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് നിയമസംഹിത വന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന അഭിഭാഷകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ തൊഴിൽ മേഖലയിൽ സുരക്ഷിതമായി അഭിഭാഷകരെ പോലീസ് മാത്രമല്ല ക്ലൈൻസും കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് അനുഫലനീയമല്ല, അത് തടയേണ്ടതാണ്. സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും. യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകരായ എച്ച് സുനി, ഷാജഹാൻ, ഒ ഹാരിസ്, അൻസാരി, നന്ദകുമാർ, രാധാകൃഷ്ണൻ, പ്രമിള ജോൺ, ഉണ്ണി ജയവാരിത്ത് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.